ഇറാനുമായി ചർച്ചകളിലൂടെ ധാരണയിലെത്താനാണ് അമേരിക്ക മുൻഗണന നൽകുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിശക്തമായ സൈനിക ആക്രമണത്തിന് US തയ്യാറെടുത്തപ്പോൾ നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇറാൻ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ തങ്ങൾ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന വാസ്തവവിരുദ്ധമായ വാർത്തകളും ഇറാൻ പ്രചരിപ്പിക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. The lovely Islamic Republic of Iran, we're doing without the Wahhabis. I'd rather make a deal because I don't want to kill people. I do not want to kill people. But at some point we were set for the biggest attack of any attack, and we've hit them very hard for the last few months. But we were all set for the biggest attack since World War II. And they called me and they said, please don't do it, let's talk. And then they said, we never said that. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശങ്ങൾ. കൃഷ്ണപ്രിയ, തീർച്ചയായും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ വളരെ വ്യക്തമായൊരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നത് ഈ അഭ്യർത്ഥന പ്രകാരമാണ് ആക്രമണം നിർത്തിവെച്ചത്. സമാധാനത്തിന്റെ വഴിയിലൂടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പലതവണ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതായത് ഒരു ആക്രമണത്തിനോ രക്തച്ചൊരിച്ചിലിനോ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനോ തങ്ങൾ താല്പര്യപ്പെടുന്നില്ലെന്നും അതേസമയം ശാശ്വത സമാധാനം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശാശ്വത സമാധാനത്തിന്റെ ഭാഗമായാണ് ശക്തമായ ഒരു ആക്രമണത്തിനുള്ള നീക്കം അമേരിക്ക ഇറാനെതിരെ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. അത്തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയ വേളയിലാണ് ഇറാൻ അത്തരം ആക്രമണങ്ങൾക്ക് തുനിയരുതെന്ന് അഭ്യർത്ഥിച്ചത്. മാത്രമല്ല പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളും ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിൽ ഇറാൻ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അതാണ് യാഥാർത്ഥ്യമെന്നും ട്രംപ് പറയുന്നുണ്ട്. തീർച്ചയായും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാധാന ചർച്ചകൾ കുറെ കൂടി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് US-ന്റെ നിലപാട് എന്നതാണ്. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്കുകൾ മാറ്റിപ്പറയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് പോലും ഇപ്പോൾ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം ഉണ്ടായ വിഷയങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരം പ്രകോപനങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൃഷ്ണപ്രിയ. ശരി ഐസൻ.